എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026. ആദ്യം തന്നെ ലവേഴ്സ് എനർജി, സ്റ്റാർ കാർഡ്, ക്വീൻ ഓഫ് കപ്സ്, Four of Swords, Five of Cups and last Wheel of Fortune energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലവേഴ്സ് എനർജി ആൻഡ് ഫൈവ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്കും സമാധാനം സ്വസ്ഥതയിലേക്കും വരുന്നൊരു സമയമെന്ന് പറയാം. കാരണം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്പൗസ്, ഹസ്ബൻഡോ വൈഫോ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും പല സാഹചര്യവശാൽ. ചില ആളുകളെ സംബന്ധിച്ചൊരു അവരുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു സങ്കടത്തിൽ ഉഴലുന്ന സമയം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കും. ആ ഒരു വ്യക്തിയിൽ നിന്ന് മാനസികമായിട്ട് അകന്നു പോയിരിക്കുന്ന, നിങ്ങൾ ചിലപ്പോൾ മാറി താമസിക്കുക, വേറെ വേറെ വീട്ടിലായിരിക്കും, ഒഫീഷ്യലി ഡിവോഴ്സ് ആയിട്ടില്ല എങ്കിൽ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം സമയം. കാരണം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെയധികം അലട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനേ പറ്റിയെന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ധൈര്യം വീണ്ടെടുക്കുകയാണ്. ഇനി ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ സ്വയം ഒരു സഹതാപത്തോടെ നോക്കിക്കാണും. നിങ്ങളെ തന്നെ സഹതാപത്തോടെ നോക്കിക്കാണുമ്പോൾ മറ്റുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളെ സഹതാപത്തോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്തി നിങ്ങൾ ആ ഒരു സ്വയം സഹതാപത്തോടെയുള്ള നോക്കിക്കാണലുകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈഫിൽ മുന്നോട്ടേക്ക് പോകേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്താണ് എന്നുള്ളതും എങ്ങനെ ഇനി ലൈഫ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു വല്ലാത്തൊരു ധൈര്യമാണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളൊരിതിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു ഭയവും സങ്കടവും ഡിസപ്പോയിൻമെൻറ്റൊക്കെ മാറി ഒരു ബലം വരികയാണ് നിങ്ങൾക്ക്. നിങ്ങൾ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളൊരിതിലേക്ക്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്സെപ്റ്റൻസിലേക്ക് വരികയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊന്ന്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സങ്കടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല. കാരണം ഇവിടെ മറ്റ് റിലേഷൻഷിപ്പിൽ ഈ സിറ്റുവേഷൻ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിരുന്നൊരു വ്യക്തി നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കാം, ഈവൻ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം. പക്ഷേ ആ ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണം, അതായത് നിങ്ങൾ ആ ബന്ധം നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു ബന്ധം കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പക്ഷേ ആ ബന്ധം നിങ്ങൾക്ക് നല്ലതല്ലായിരിക്കും. ആ ഒരു തരത്തിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ആ വ്യക്തിയാണ്. കാരണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു സപ്പോർട്ട് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അവരുടെ ഈഗോ ഉള്ളത് കൊണ്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ അവരെ അനുവദിക്കുന്നില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർ ആവുകയാണ്. അപ്പോൾ ആ ഒരു ബന്ധമില്ലാതിരുന്നുകൊണ്ട് നിങ്ങൾക്കതൊരു വിലങ്ങായിരുന്നു, നിങ്ങളുടെ കാലിലെ വിലങ്ങായിരുന്നു ആ ബന്ധം എന്ന് മനസ്സിലാക്കുക. അത് വിട്ടപ്പോൾ നിങ്ങളൊരു ഫ്രീ ബേർഡായി മാറുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിനെ തിരിച്ചു വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല. അത് ലവേഴ്സ് എനർജിയിലും അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ലൊരു എനർജിയാണ് ലവേഴ്സ് എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻ കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളിലൊക്കെ
റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ആളുകളോട് സംസാരിക്കുന്ന രീതി, ആളുകൾ അനാവശ്യമായിട്ട് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, ഇതൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്ന സമയമാണ്. കാരണം നിങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, എപ്പോഴും പഠിത്തം എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഒരുപക്ഷെ പാരൻസ് അത് ആ രീതിയിൽ കാണിക്കുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഹോബീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പാഷനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിഷയം നിങ്ങളുടെ ഇഷ്ടവിഷയമായിരിക്കില്ല, നിങ്ങൾ ശരിക്കും മറ്റെന്തുമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ലൈഫ് എങ്ങനെയായിരിക്കണം, നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതൊക്കെ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കൂടെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള എനർജിയാണ്, പക്ഷേ അത് ഭാവിയിലോട്ട് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. നിങ്ങൾ ഫൈനലി തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അതേപോലെ സ്റ്റാർ എനർജി ആൻഡ് 4 of Swords എനർജിയാണ്. വളരെ റിലാക്സിങ് ആയിട്ട്, വളരെ ഒരു എന്താ പറയുക, സമാധാനം സ്വസ്ഥമായിട്ടുള്ള ജീവിതം. കുറേ നാളുകളായിട്ട് നിങ്ങൾ എന്തിൻ്റെയൊക്കെ പുറകെ ഓടി നടക്കുകയാണ്, ഒരിടത്ത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ലൈഫിലൊരു ബാലൻസ് ഇല്ലായിരുന്നു. വർക്ക്, വീട് രണ്ടിടത്തും ഓടി നടന്നിട്ട് നിങ്ങളെല്ലാം കൂടി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ വർക്ക് കാര്യങ്ങളിൽ കുറച്ച് അതായത് 9 to 5 ജോബാണെങ്കിൽ ആ ഒരു സമയം ജോലി ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ടും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു. നേച്ചർ, പ്രകൃതി, ഇപ്പോൾ പൂന്തോട്ടം അതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബീച്ച്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നു. ഒരു ഹാഫ് ആൻ അവറെങ്കിൽ അത്രയും സമയം ഒറ്റയ്ക്ക്, മറ്റാരുമില്ലാതെ നിങ്ങൾ മാത്രം. ഒരു റിലാക്സിങ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഉറങ്ങാൻ ഇത്ര സമയത്ത്, ഇത്ര മണിക്ക് കിടന്നുറങ്ങുന്ന വെച്ചാൽ ഇത്ര മണിക്ക് കിടന്നുറങ്ങും, രാവിലെ ഇത്ര സമയത്ത് എണീക്കുക, ഈ ഒരു ശീലത്തിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ആ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ അതിൻ്റെ ഫലം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നും അതേ നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് സ്ട്രാറ്റജൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ സ്റ്റാർ കാർഡ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പുതിയ രീതിയിൽ എവിടെ എങ്ങനെ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പിന്നെ ഫാസ്റ്റ് ഗ്രോത്താണ് കാണിക്കുന്നത് കരിയറിൽ. അപ്പോൾ കരിയറിലൊരു മുന്നേറ്റം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കൂടുതലും ഒരു ട്രാൻസ്ഫർ എനർജിയാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ശമ്പള വർധനവും ഇതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറുമ്പോൾ ഉള്ളൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് ഫീല് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് നെഗറ്റീവ് അല്ല. കാരണം ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറുന്ന ഇടം ശരിക്കും ഇപ്പോൾ ഉള്ളൊരു ഫേസ് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണെങ്കിൽ നിങ്ങൾ മാറുന്ന സ്ഥലം ശരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വളർച്ച എല്ലാ അർത്ഥത്തിലും, നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലും, നിങ്ങൾ മെച്യൂരിറ്റി, നിങ്ങൾ ചെയ്യുന്ന ജോലി, ചുറ്റുപാടുള്ള ആളുകളും നല്ല മനസ്സുള്ള ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങളിലേക്ക്, പോസിറ്റീവ് സോൾസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ഒത്തിരി ഫീൽ ഗുഡ് ചെയ്യുന്ന സമയമാണ്. പിന്നെ ജോലിയിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. സാമ്പത്തിക നേട്ടങ്ങളെന്ന് പറയാൻ മറ്റൊരു കാര്യം, സാമ്പത്തികമായിട്ട് ശമ്പള വർധനം എന്നുള്ള രീതി വലിയ ചെറിയൊരു മാറ്റം, ഒരു 2-3% ഉണ്ടാവാമായിരിക്കാം. പക്ഷേ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം അല്ലെങ്കിലും സേവ് ചെയ്യാൻ കൂടുതൽ പറ്റുന്നുണ്ട്. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്നത് നിങ്ങൾ എന്തിനെന്നറിയില്ല അനാവശ്യമായിട്ട് വെറുതെ ചിലവാക്കുന്നുണ്ടായിരുന്നു എന്തിനൊക്കെയോ വേണ്ടിയിട്ട്, ധൂർത്തുകളാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കമ്പനി, അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആ ഒരു നെഗറ്റീവ് ഇത് തരുന്ന ആളുകളല്ല. അപ്പോൾ നിങ്ങളും ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുന്നു, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം ചിലവാക്കുന്നു എന്നുള്ള രീതിയാണ്. അതേപോലെ ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് 5 of Cups എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് 5 of Cups ആൻഡ് ലവേഴ്സ് എനർജി. അപ്പോൾ പുതിയൊരു തുടക്കമുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു സെക്കൻഡ് മാരേജിന് ചാൻസ്, ഈവൻ തേർഡ് മാരേജ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിലും ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി സെക്കൻഡ് മാരേജിലായിരിക്കും. പക്ഷേ നിങ്ങളുടെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ
ഈ സെക്കൻഡ് മാരേജ് ചെയ്ത വ്യക്തിയും ഒട്ടും നല്ലതായിട്ടുള്ളൊരു ഇതല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ സെക്കൻഡ് മാരേജിലായതുകൊണ്ട് തന്നെ ഇനി ഇതെന്തായാലും വിട്ടുപോയാൽ നിങ്ങൾക്ക് നാണക്കേടാണ് എന്നുള്ള ഇതൊക്കെ കൊണ്ടിട്ട് അവരുടെ ചിന്തയുണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല, കാരണം നിങ്ങൾ സെക്കൻഡ് മാരേജാണ്, ഇതും പോയാൽ ഇത് നിങ്ങളുടെ തെറ്റാണ് എന്ന് ആളുകൾ പറയുമെന്നുള്ള ചിന്ത. അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. ലൈഫിൽ ഇനിയും ചാൻസസ് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.